വളരെ സന്തോഷത്തോടുകൂടി ഇന്നത്തെ ഈ ബ്ലോഗ് ഞങ്ങൾ ആരംഭിക്കട്ടെ ഗൈസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു കല്യാണ പരിപാടിക്ക് പോവുകയാണ്. കല്യാണം അങ്ങ് അരയങ്കാവിലാണ്. പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ അച്ഛൻ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അച്ഛന് വാർക്കലുണ്ടായിരുന്നു. അപ്പോൾ വാർക്കലൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും സമയം ഏതാണ്ട് ഇത്രയും ആയി ഗൈസ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ മുന്നാണ്. എല്ലാം റെഡിയാണ്. ഓരോരുത്തരും പനമ്പുകാട് നിന്നും മറ്റുള്ള ലൊക്കേഷനിൽ നിന്നും ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു. ഞങ്ങളും അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിനി നേരെ വണ്ടിയിലേക്ക് പോടെ. അപ്പോൾ ഞങ്ങൾ ചിങ്ങത്തിലെ കല്യാണം കൂടാൻ വേണ്ടി ഇറങ്ങുകയായി ഗൈസ്. അപ്പാപ്പയും കുഞ്ഞുമക്കളും ഒക്കെ ആയിട്ട് പുറകിലുണ്ട്. സേ ഹായ്. അപ്പോൾ അത് എന്താ ആര്യപ്പെണ്ണിൻ്റെയും ആദർശിൻ്റെയും മീനുവിൻ്റെയും ഇന്നത്തെ ഔട്ട്ഫിറ്റാണ് ഗൈസ്. എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. എങ്ങനെയുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യും. യെസ്, എല്ലാം ഉണ്ട്. ഇന്നും നാളെ നിൽക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയുള്ള സകല പാക്കേജൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പുറപ്പെടുന്നത്. ഞങ്ങളുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. തെക്കത്തെ വീട്ടിൽ റോട്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ വലിയ കിടക്കുന്നു. ഇറ്റ്സ് മൈ ക്യാപ്ചർ. അടിപൊളി. വണ്ടി കയറിയപ്പോൾ എന്തൊരു ചൂടാണ് ഗൈസ്. വണ്ടി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി രാവിലെ ഒന്ന് വാഷൊക്കെ ചെയ്ത് വാക്യൂം ചെയ്ത് നല്ല കിടുവാക്കി. കല്യാണത്തിന് പോകുമ്പോൾ നമ്മളും നമ്മളുടെ വണ്ടിക്കും തങ്കക്കുട്ടനായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കാരണം എല്ലാം സൂപ്പറാക്കി കാർപ്പറ്റൊക്കെ ക്ലീൻ ചെയ്ത് ഓൾ സെറ്റ്. അപ്പാപ്പയും പിള്ളേരും കൂടി വെളിച്ചെണ്ണ വാങ്ങിക്കാൻ വേണ്ടി കടയിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതൊന്ന് വണ്ടി ഒന്ന് തണുപ്പിച്ച് വെക്കാം. ജില്ലായിട്ട് പോവാം അല്ലേ. ജില്ലായിരിക്കണം. ജിൽ വണ്ടി വെയിലത്ത് കിടക്കുന്ന കാരണേ അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ ഒന്ന് കൂളാകട്ടെ അല്ലേ ക്യാപ്ചർ. നിനക്കും വേണ്ടേ ഒരു തണുപ്പ്? നല്ല കാറ്റൊക്കെയുള്ള അന്തരീക്ഷമാണ്. ഇപ്പോൾ സമയം 5:30 ആകുന്നു. അപ്പോൾ വഴിയിൽ വെച്ച് സനലിനെയും രസികേനെയും മാമനെയും കുഞ്ഞാമ്പിനെയൊക്കെ കാണാമെന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ പോകുന്ന വഴി നമുക്ക് കാണാം. അപ്പോൾ അവരെയും ഒന്നും കൂടി പരിചയപ്പെടാം. നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിലും രസികേനെയും എൻ്റെ അളിയനെയും എൻ്റെ കുഞ്ഞാമ്പിനെയൊക്കെ നമുക്ക് കാണാം. ഓക്കെ. നമ്മുടെ ഇവിടെ തൃപ്പൂണിത്തറ ചോറ്റാനിക്കര റോട്ടിൽ കൂടി പോയപ്പോൾ ഒരു അരിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു പേജല്ല പേര്, അതൊരു ഹോട്ടലിന്റെ പേരാണ്. അരിക്കൊമ്പന്റെ പേരിൽ ഒരു ഫാൻസ് ആയിട്ടോ. അടിപൊളി. അത് അടിപൊളി ഷവായിയും ഷവർമയൊക്കെ കിട്ടുന്നൊരു കട. എന്താ അല്ലേ. മൊത്തം തിരക്കാണ് ഗൈസ്, മൊത്തം തിരക്ക്. ഞങ്ങളിപ്പോൾ ഒരു ആക്രമണത്തിൽ നിൽക്കുകയാണ് ഗൈസ്. ആദർശിന് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഭയങ്കര വിശപ്പ് വന്നു. അപ്പോൾ ചോറ്റാനിക്കര കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ 3 കട്ടൻ ചായയും 2 പ്ലേറ്റ് ഷവർമയും പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്യപ്പണി ഇഷ്ടപ്പെട്ടോ? ആര്യപ്പണി ഷവർമയിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. എന്താണോ ഇത്? അതൊക്കെ കൊടുക്ക, അമ്മച്ചിക്കും കൊടുക്ക്. എന്താണ്? ക്ലാസ് 5:30 പുറപ്പെട്ടിട്ട് 7:45 ഞങ്ങളത് അരയങ്കാവ് കല്യാണ വീട്ടിലെത്തി ഗൈസ്. വലിയ കല്യാണ വീട്ടിൽ അവിടെ ആളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ആര്യപ്പെണ്ണും മീനും അച്ഛനൊക്കെ ഇറങ്ങി. അപ്പോൾ ഞാനിനി അങ്ങാടി ചെല്ലട്ടെ. കല്യാണ പെണ്ണ് ഫുൾ ഡ്രസ്സിലായിരിക്കും, ഫുൾ കോസ്റ്റ്യൂമിൽ. നമുക്ക് കാണാം. അപ്പോൾ ഇത് ഈ ബ്ലോഗിൻ്റെ രഹസ്യം എന്ന് വെച്ചാൽ ചിങ്ങത്തിൽ കല്യാണം. ചിങ്ങം തീരാൻ പോവുകയുള്ളൂ. അപ്പോൾ ചിങ്ങത്തിൽ കല്യാണം എന്നുള്ളതായിരിക്കും നമ്മളുടെ ഈ ബ്ലോഗിൻ്റെ ഒരു പരമമായ ലക്ഷ്യം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. കല്യാണ പെണ്ണെ കാണാം. അപ്പോൾ അവിടെ വിരുന്നുകാരൊക്കെ നാളത്തേക്കുള്ള കല്യാണ സാരിയൊക്കെ കൊടുത്തു. പെണ്ണിന്റെ അച്ഛനും മധുരം കൊടുക്കുകയാണ്. പുറകിലിരിക്കുന്നതാണ് പെണ്ണിന്റെ അനിയത്തി. പിന്നിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു
ഫോട്ടോ എടുക്കാൻ പോവാണ്. മധുരയ്ക്ക് പോവാതട്ടിയ മല്ലിപ്പൂ കണ്ണ് വെക്കും. അപ്പോൾ വിരുന്നുകാരൊക്കെ വന്നിട്ട് അവരെല്ലാവരും പുടവയൊക്കെ കൊടുത്തിട്ട് പോയി നാളത്തേക്കുള്ള. അപ്പോൾ ഈ പെണ്ണിൻ്റെ ഫോട്ടോഗ്രാഫി എടുക്കുന്ന വിഷ്വൽസാണ് ഇപ്പോൾ കാണുന്നത്. കണ്ടില്ല എന്ത് രസം നോക്കി, പല പല സീൻസ്, പല പല വിഷ്വൽസ്. എന്താല്ലേ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണോ? ഞങ്ങൾ രണ്ടുപേരും വീഡിയോ അവനാണോ? മോർണിംഗ് സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇന്നലെ രാത്രി കല്യാണ വീട്ടിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് പോന്നു. കാരണം ഇവിടെയായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്യാനായിട്ട് സിറ്റപ്പൻ കോട്ടേജ് എടുത്തത്. ഒരു അടിപൊളി സ്ഥലം കേട്ടോ. 5 മുറി, എല്ലാ മുറിയിലും ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അരയങ്കാവിൽ തന്നെ കുറച്ച് ഉള്ളോട്ടാൽ മാറിയിട്ട് ഒരു അടിപൊളി പ്ലേസാണ്. നമ്മളുടെ ഇവിടെ ഞാൻ താമസിക്കുന്ന കലൂർ ഭാഗത്ത് ഇപ്പോൾ ഈ ചീവീടിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, അത് കേൾക്കാൻ പറ്റില്ല അവിടെ. പിന്നെ അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. അതെ, ഔട്ട് നോക്കി എന്നാ ഭംഗിയാന്ന് നോക്കിയാൽ മുകളിൽ അടിപൊളി ഒരു കോട്ടേജ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 10-100 പേർക്ക് താമസിക്കാമെന്നില്ല. വല്ല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ, പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് നടത്താം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നല്ലൊരു പ്ലേസ്. അതും മാത്രമല്ല ഇന്നത്തെ ഒരു കാര്യം, കാരണം ചിങ്ങം തീരാൻ പോണു, ചിങ്ങത്തിൽ താലികെട്ടാണ്. അപ്പോൾ ഇന്ന് വിവാഹം കഴിക്കാൻ പോകുന്ന എൻ്റെ പെങ്ങൾക്കും ഫിയോമിച്ചിക്കും അഖിലിനും, അതുകൂടാതെ എൻ്റെ സുഹൃത്തായ രാഹുലിൻ്റെ ഭാര്യയ്ക്കും വിവാഹ മംഗളാശംസകൾ നേരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് ലൈഫ് മുമ്പോട്ട് പോട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും തമ്പുരാൻ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ആമ്പൽപ്പാടം, അരയങ്കാവ്. ഞങ്ങളിപ്പോൾ താമസിച്ച ആ സ്ഥലത്ത് നിന്ന് കുറച്ച് മുമ്പോട്ട് മാറിക്കഴിഞ്ഞ ഒരു പാടമുണ്ട്. ഇന്നലെ ചിറ്റപ്പൻ പറഞ്ഞിരുന്നു ആമ്പൽപ്പാടം ഉണ്ടെന്ന്. രാവിലെ തന്നെ ആമ്പൽ കാണാം. ഫ്രഷ് ആകുന്നതിന് മുമ്പ് തന്നെ ഈ സമയത്ത് ഈ വൈബ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെയിലാകും. വെയിലായി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. ഇത് നോക്കി വാട്ടേ വിഷ്വലവ് ടേക്ക് ഓഫ് ചെയ്യുന്ന ഇത് കാണാൻ പറ്റിയില്ല. അടിപൊളി. താഴത്തേക്ക് ഇറങ്ങിയാലോ? താഴത്തേക്ക് ഇറങ്ങിയാലോ? അപ്പോൾ താഴത്തേക്ക് ഇറങ്ങി നോക്കട്ടെ. ലൈൻ താന്ന്. ശരിയാണല്ലോ, കേബിളല്ല, ലൈൻ തന്നെയാ. ഇത് ഉറച്ചിട്ടില്ല കേട്ടാ, അമ്പലാണ്. വിടർന്ന് നിൽക്കുക. നമ്മ ചാടിക്കഴിഞ്ഞാൽ ചിലപ്പോ താഴ്ന്നോട്ട് പോകും. വേണ്ട, കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. ഹായ് ആര്യ. ഹായ് കുഞ്ഞാമ്പി.
താൻ ആമ്പല് കണ്ടിട്ടുണ്ടോ? ആമ്പല് കണ്ടിട്ടുണ്ടോ? താമരല്ല, ഇതാ ആമ്പലാണ്. ആമ്പലാണ്. തലയിൽ വെച്ചാലോ? പാടം. ഈ പാടത്തിന്റെ അകത്ത് വരാലുണ്ടാവും. വരാല് വേണോ അതെനിക്ക്? മീൻ വരാൽ മീന് തിന്നോ? ആ ആ വലിയ മീനൊക്കെ ഉണ്ടോ? ആണോ? അടിപൊളി ആണോ? അടിപൊളി കേട്ടോ. ഇവിടെയൊക്കെ ജീവിക്കുന്നവർക്ക് ഏതായാലും നല്ല ശുദ്ധവായു, നല്ല കാറ്റ്, നല്ല രസം. രാവിലെ ആകുമ്പോൾ അമ്പലത്തിൽ നിന്നുള്ള നല്ല ഭക്തിഗാനങ്ങൾ ഒക്കെ കേട്ടുകൊണ്ട് ഉണർന്ന് നല്ല പശുവിൻ്റെ പാലും വെച്ചിട്ടുള്ള ചായയൊക്കെ കുടിച്ച് ലൈഫ് എൻജോയ് ചെയ്യാം. റിയലി വണ്ടർഫുൾ അല്ലേ? ഔ എന്താ അടിപൊളി മോനെ, ഒരു രക്ഷയില്ല സ്ഥലം. അടിപൊളിയായിട്ടുണ്ട്. ഒരു ഫോട്ടോയും കൂടി കാച്ചാം. പാൽക്കാരൻ പയ്യ ഒരു കപ്പ് പാൽ തരൂ. പാൽ കിട്ടിയാന്നിട്ട് ആണോ? ആ എന്നാ സെല്ല്. ആണല്ലേ? ആ Got a taste, can't erase bitterness in my face. Work a job every day till your dreams fade away. Like a card, never change, play the game that we say. I need a break. ശല്യേട്ടനിപ്പോ മേടിച്ച് ഇതെന്ത് രണ്ടും എല്ലാം പിടിച്ചോളെ. അവക്ക് ബാധ്യത അവിടെ കരച്ചിലായി. ഇനി ആരുമില്ല. ആ ശരിക്ക് ആ അതെ. അപ്പോൾ ഇന്ന് രോഹിണി നക്ഷത്രത്തിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ഞങ്ങളുടെ കല്യാണപ്പെണ്ണ് റെഡിയായി കഴിഞ്ഞു. പക്ഷെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ കല്യാണപ്പെണ്ണ് അതാണോ ഇതാണോ എന്ന് സംശയമുണ്ട്.
അളിയച്ചാര സ്വീകരിക്കാനായിട്ട് 3 പേര് തയ്യാറായി. പൊക്കോ പിന്നെ. അപ്പോൾ ഒരാൾ പൊക്കി, ഒരാൾ മാല, അളിയൻ്റെ കാലിൽ ഒഴിക്കാൻ വെള്ളമായിട്ട് 3 പേര്. എല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതെ നമ്മുടെ ഭൂമിയുടെ വരൻ എത്തിക്കഴിഞ്ഞു ഗൈസ്. വരൻ്റെ പെങ്ങന്മാരും ഒക്കെയാണ്, അമ്മയൊക്കെയാണ് നിൽക്കുന്നത്. മുല്ലപ്പന്തലിൽ കൊണ്ടുവരാം. ഇത് പെണ്ണിന്റെ അനിയത്തിയാ? ഓ ശരി. ഇനി അവളെ കേറ്റാൻ പറയട്ടെ. சத்தியமே மாலை சூடிய காலை கதிரின் மேலே சத்தியம் சத்தியம் இது சத்தியமே ஒரு குழந்தை போலே ஒரு வைரம் போலே தூய்மையான என் சத்தியம் புனிதமானது.
ഇനി അത് പിന്നെ ആദ്യം എൻ്റെ മാലയൊക്കെ ശരിയാക്കട്ടെ. ഓക്കെ റെഡി ആ കയറിക്ക്